ഈ ഒരു എനർജിയിൽ ഞാനൊരു സന്തോഷ വാർത്ത കൂടി പറയുകയാണ്. പുതുവത്സരത്തിൽ നിങ്ങൾക്കുള്ള സംഗീത വിരുന്നുകളുണ്ട്, കുറേ വരുന്നു. അപ്പോൾ അതിലാദ്യം പറയുന്ന മുഹമ്മദ് റാഫി സാഹിബിൻ്റെ പാട്ടുകൾ വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. മുഹമ്മദ് റാഫി ഫാൻസ് കോഴിക്കോട് പ്രസൻസ്. കാലിക്കറ്റിലെ പ്രശസ്തരായ 9 റാഫി ഗായകർ, അത് നേതൃത്വം നൽകുന്നത് ഉസ്മാനിക്കയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 9 ഗായകരാണ് നൽകുന്നത്. ദിൽ കി ആവാസ് എന്ന റഫി നൈറ്റ് ജാനുവരി 9 ഫ്രൈഡേ ടൗൺ ഹാളിൽ നടക്കുന്നു. 5 മണിക്കാണ്. അപ്പോൾ എല്ലാവരെയും സാന്നിധ്യം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു അറിയിപ്പ് കൂടിയുണ്ട്. നാട്ടുവെളിച്ചം ബീച്ച് സിംഗേഴ്സ് കോഴിക്കോടിൻ്റെ ന്യൂ ഇയർ സെലിബ്രേഷനാണ് ജാനുവരി 3, 4 തീയതികളിൽ മാനാഞ്ചിറ ഓപ്പൺ തിയേറ്ററിൽ വെച്ചിട്ടാണ് വൈകിട്ട് 5 മുതൽ 9 വരെ. അപ്പോൾ ഈ 2 പരിപാടികളാണ് ഇപ്പോൾ ഇവിടെ അനൗൺസ് ചെയ്തത്. ഇനിയും വേറെ പരിപാടികളുണ്ട്. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ടൗൺ ഹാൾ ഫുള്ള് സംഗീത സാന്ദ്രമാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. അപ്പോൾ അടുത്ത ഗാനത്തിലേക്ക് പോകുന്നു. അടുത്ത ഗാനം ആലപിക്കാനായി വരുന്നത് ഒരു കൊച്ചു റഫിയാണ്, ഒരു ചോട്ടാ റഫിയാണ്. അതാരാന്ന് നമുക്കറിയാം, ഇതിനു മുന്നേ ഇവിടെ പാടിയിട്ടുണ്ട്. ദോസ്തി എന്ന ചിത്രത്തിൽ നമുക്കറിയാം, ചിത്രത്തിൻ്റെ പേര് പറയുമ്പോൾ സിനിമ പാട്ടിൻ്റെ പേര് നമുക്കറിയാം. ചാഹുങ്ക മേ തുജെ എന്ന മനോഹരമായ ഗാനം ആലപിക്കാനായിട്ടെന്ന് വരുന്നത് ഇത്രയും പ്രഗത്ഭരായ റഫി സിംഗേഴ്സിനൊപ്പം മാറ്റുരയ്ക്കാൻ വരുന്നത് ഒരു കൊച്ചുമെടുക്കനാണ്, മുഹമ്മദ് മൗലിക്കാണ്. നല്ലൊരു കയ്യടി നൽകി നമുക്ക് വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കാം. ഇതാണ് ആ ഉസ്താദ് ചോട്ടാ റഫി വരുന്നത്. എല്ലാവരും കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഓക്കെ അല്ലേ? സെറ്റല്ലേ? സെറ്റായില്ലേ മാഡം? സെറ്റല്ലേ? ഓക്കെ ഓക്കെ, റെഡി?
നമ്മുടെ മുഹമ്മദ് മൗലിക്കിന് ഈ വർഷം ഒരു നല്ലൊരു തുടക്കമാകട്ടെ ശരിക്കും അല്ലേ? അത് എന്തൊക്കെയാണ് ഗിഫ്റ്റ് നോക്കുന്നത്? ഷൈജുട്ട മൈക്കിന് കുറച്ച് വെയിറ്റ് ഒക്കെ കുറയ്ക്കും, പിള്ളേർക്കും പാടണ്ടേ? പിള്ളേർ പിടിച്ചിട്ട് മോന് പിടിക്കാൻ പറ്റുന്നില്ല അല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ ചോട്ടാ റഫി? അടിപൊളിയല്ലേ? ഔ സൂപ്പർ സൂപ്പർ, താങ്ക് യു താങ്ക് യു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോവാം.